എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ചട്ടിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ചെടി നടാം എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, മൊത്തം 3 പോട്ടാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ കംഫർട്ട്, ഇങ്ങനെയുള്ള ബോട്ടിലൊന്നും നമ്മൾ വേസ്റ്റ് ആക്കണ്ട കേട്ടോ, നമുക്കത് ഉപകാരപ്പെടും. അത് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചകിരിച്ചോറ്, മണൽ, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ച് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുക. അടുത്ത ഇത് കണ്ടോ, ഇത് വെർട്ടിക്കൽ പോട്ടാണ്. അപ്പോൾ അതിൽ പിടിപ്പിച്ച ഒരു ഐറ്റം ചെടി. പിന്നെ ഇത് വേറൊരു ഐറ്റം, ഇതും വെർട്ടിക്കൽ പോട്ട് ഞാൻ പിടിപ്പിച്ചെടുത്തതാണ്. ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റായിട്ട്, അതുപോലെ ഇതും ഇതുപോലെയാണ് ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇടാം. ഇത് കൂടുതലും ബോർഡറൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നല്ലതാണ് കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നിറയെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. പിന്നെ ഒരൈറ്റം ബിഗോണിയ, ഈ ഒരു ഐറ്റം. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മണൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചെടി. ഇതിൽ ഞാൻ ഫസ്റ്റ് കുറച്ചൊന്ന് മണലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പോട്ടിംഗ് മിക്സല്ല, വെറും മണലാണ്. അതിടുന്നതെന്ന് വെച്ചാൽ ഈ കംഫർട്ടിൻ്റെ ബോട്ടിൽ ഇതിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സൈഡിൽ കുറച്ച് കണ്ടോ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. മണലിൽ കുത്തി വെച്ചിരിക്കുന്നത്. അടുത്തിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നിറയ്ക്കുന്നു. ഇതൊക്കെ നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് എല്ലാവരും വിചാരിക്കും നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ, ഇതിപ്പോൾ ചട്ടിയിൽ തന്നെ ചെയ്യണമെന്നില്ല. പൊട്ടിയ ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലുള്ള ബോട്ടിലുകളോ അങ്ങനെ ഏതിൽ വേണോ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. അടുത്ത് ഞാൻ ഇതിൻ്റെ മീതെ ഈ പോട്ട് കൂടെ വയ്ക്കുകയാണ് കേട്ടോ. വച്ചിട്ട് കുറച്ചുകൂടെ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് ഇരിക്കില്ല, തറയിൽ നിന്ന് വീഴും. ഓക്കെ, അടുത്ത് ഇതിൻ്റെ മീതെ വീണ്ടും ഒരു ബോട്ടിലൂടെ വെക്കാൻ പോവുകയാണ്. എന്നാൽ അടുത്ത ചട്ടി നമ്മൾ വെക്കാൻ പറ്റും. ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് എന്തായാലും താഴ്ന്നു പോകുമ്പോൾ ഈ ചട്ടിയും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് താഴ്ന്നു പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മീതെ ഇങ്ങനെ വയ്ക്കുന്നത്. അല്ലാതെ വേറൊരു ഉപയോഗം ഇതുകൊണ്ടില്ല. കംഫർട്ടിൻ്റെ ബോട്ടിൽ കൊണ്ട് വേറെ ഉപയോഗമില്ല. ഇത് താഴേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽ ഇങ്ങനെ വയ്ക്കുന്നത്.
മൊത്തം 3 സ്റ്റെപ്പാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് കണ്ടോ, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചരിക്കുമ്പോൾ ഒന്ന് വീഴും കേട്ടോ. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉയർത്തി കാണിക്കുന്നത്. അടുത്ത് 3ാമത്തെ സ്റ്റെപ്പ് ഇത് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച്. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കും ചെയ്യേണ്ടത്, ബിഗോണിയ പ്ലാന്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ചെറിയ പോട്ടായോണ്ടേ അത് ആദ്യമേ നട്ടി തന്നെ പോകണം. ഉണ്ടാവും. ഇത് വേണമെങ്കിൽ എടുത്ത് കാണിക്കാം കേട്ടോ. ഉണ്ടാ കൊള്ളാമല്ലോ. നോക്കി അടുത്ത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഞാൻ എടുത്ത് വെർട്ടിക്കൽ പോട്ടിലുള്ള ഇതിനെ എടുക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ വച്ച് പിടിക്കണം. ഹൈറ്റ് കുറച്ച് കൂടിപ്പോയോ ഒരു ഡൗട്ടാണ് കേട്ടോ. ഇത് താഴെ പിടിക്കാം കേട്ടോ. കുറച്ച് ഹൈറ്റ് അത് കൂടിപ്പോയിട്ടുണ്ട്. കുറച്ചുകൂടെ ചെറിയ പ്ലാന്റാണ് ആവശ്യം. ഹൈറ്റ് കൂടിപ്പോയാൽ ഇത് ഞാൻ ചെറിയ ബിഗോണിയാണ് വെച്ചിരുന്നത്, അത് കാണത്തില്ല. അല്ലെങ്കിൽ ചട്ടി കുറച്ചുകൂടെ ഹൈറ്റുള്ള ചട്ടിയായിരിക്കണം. എടുത്ത പോട്ട് തീരെ ചെറുതായിപ്പോയി കേട്ടോ. ഒരേ സൈസിലുള്ള ചെടികളാകുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ 2-3 തരത്തിലായിട്ടാണ് വളർന്നിരിക്കുന്നത്. ഒരേ തരത്തിലുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്നാണ് എനിക്കിതിൻ്റെ ഒരു ഐഡിയ തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ചെയ്യാം, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കും. അടുത്ത് വെച്ച് കൊടുക്കുന്നത് ഇതാണ്. നമുക്ക് ഈ ചെടി തന്നെ വെക്കണമെന്നില്ല കേട്ടോ, വേറെ വച്ച് പിടിപ്പിക്കാം. കുറച്ചുകൂടെ നീളത്തിലുള്ള എടുക്കാം. വേറെ ഇത് വച്ച് പിടിപ്പിക്കാം. പിന്നെ ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. ഇതിൻ്റെ ഇല വെക്കുന്നു. ഇത് കുറച്ചുകൂടെ ഉയർത്തി വയ്ക്കാൻ പറ്റിയ അതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. 3 ചട്ടിയും കുറച്ചുകൂടെ ഇങ്ങനെ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. ചെടി നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും.
ഇതും കാണാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്ത ചെടി. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ ബാക്ക് കുറച്ച് എടുത്ത് നോക്കാം കേട്ടോ. കാണാമോ? ഇല്ലെങ്കിൽ വീഡിയോ കുറച്ച് ഇതാണ് ഞാൻ ചെയ്ത പ്ലാന്റ്. കാണാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ബിഗോണിയ. അത്യാവശ്യം ഈ പ്ലാന്റ് എങ്ങനെ ഉയർത്തി കാണിക്കുന്നു കണ്ടോ? ഇങ്ങനെ ഇരിക്കും. ഈ ചട്ടി കുറച്ചുകൂടെ ഇങ്ങനെ അതാ ഉണ്ടല്ലോ, ഇങ്ങനെ. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചിനി അതിൻ്റെ വേരൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അതിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.